ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ഹലോ മൈക്ക് ടെസ്റ്റിംഗ് ഇതൊക്കെ അഡ്ജസ്റ്റ് ഉണ്ട്. ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ കയറിക്കോണ്ട. ഇത് പിള്ളേര് കളി അല്ല. ഈശ്വരോ ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നമുക്കിന്ന് പോണ്ടേ? ഇത് ഏത് ഭാഷയുടെ ഇത്? തൊണ്ടക്കുഴി ഇറുവിയെന്ന് തോന്നാൻ അനുഭവിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ എന്ന്. ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിന്റെ അമ്മ വീടാടായത്. എടാ റെഡി പറഞ്ഞിട്ടല്ലേ കയറാവുള്ള. യോഗ നടപടികൾ ആരംഭിക്കുകയായി. ആദ്യം കൊടിയേറ്റ കുത്തിത്തിരിപ്പ് പ്രഭാഷണം. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല. കൊടി വേണോ പതാക വേണോ എന്നുള്ളത് അതാത് പാർട്ടിക്കാരുടെ ഇഷ്ടമല്ലേ സഖാവേ? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടിയോ? ആര്? കോൺഗ്രസ് എന്തുകൊണ്ടാണ്? പറയണം കോൺഗ്രസേ പറയൂ, ആരാ ഒളിച്ചോടിയത്? ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ സതീശ? ഓരോ പ്രചരണങ്ങൾക്കും ഓരോ രീതിയില്ലയോ? അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഈ കൊടിയുടെ പേരിൽ ആർക്കോ കുരു പൊട്ടിയല്ലോ. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJP ആണ്. ഇപ്പൊ ആരാണാവോ ഈ കുത്തിത്തിരിപ്പിന്റെ ക്യാപ്റ്റൻ? ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പുള്ളിയുടെ വർത്തമാനം കേട്ടിട്ട് ആരെയോ സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ആണോ സഖാവേ? എന്തായാലും കൊടി പിടിക്കാത്തത് വളരെ മോശമായി പോയി അല്ലേ ഹസൻ സാറേ? എപ്പോ കൊടി ഉപയോഗിക്കണം എപ്പോ കൊടി ഉപയോഗിക്കണ്ട എന്നുള്ളത് നിങ്ങളല്ല തീരുമാനം. അല്ല, ഈ കൊടി പിടിച്ചാലല്ലേ ഏത് പാർട്ടിയുടെ യോഗമാണ് ഏത് പാർട്ടിയുടെ ജാഥയാണെന്ന് സാധാരണപ്പെട്ട ഞങ്ങളെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞാനും ഒന്ന് പറഞ്ഞോട്ടെ. അല്ല അത് പിന്നെ ഞാൻ ഒരു ചോദ്യവും ഇല്ല. അല്ലല്ല സാറിന് ചോദ്യം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അറിയണ്ടേ ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ള? അതല്ല സാറേ, അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ഈ പ്രചരണം എങ്ങനെ വേണമെന്നുള്ളത്. അതിന് ഇല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നത് ഒന്നായതുകൊണ്ട്. വേണ്ട അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യം ഒന്നാക്കാം. മറുപടി ഇത് മതി. അയ്യോ സാറേ പോലെ ഇരിക്കണം. ദാ പോയി. പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമുണ്ട്? നമുക്കും പോകാം. വെള്ളരിക്കാ പട്ടണം. ചേച്ചി, നമ്മുടെ പ്രേമചന്ദ്രൻ എങ്ങനെ, കൊള്ളാം അല്ലേ? അത് ശരി. അപ്പൊ മുകേഷോ? എന്ന് പറ. അപ്പൊ മോദിയുടെ ആളാണ് അല്ലേ? ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രേമചന്ദ്രൻ MP-ക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് വലിയ മതിപ്പാണ്. ജനമനസ്സുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് ചേർന്നതല്ല. അയ്യോ, അതെന്ത് പറ്റി? കല്ല് വെച്ച പച്ചക്കള്ളം. അങ്ങനെ കള്ളം പറയോ? ഒരു തരത്തിലുള്ള സങ്കോചവും കൂടാതെ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന വിശേഷണത്തിന് ഇദ്ദേഹം അർഹനാണ്. ഇനി ഇത് ആരും കാണാതെ പോകരുത്. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്തവരും വീടില്ലാത്തവർക്കും വേണ്ടി സ്വർഗീയ ഭവന പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പണി ചെയ്യുന്ന കേരള സർക്കാരിനെ ഇന്ന് നിലനിർത്താൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഒരു സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടാം. എനിക്ക് യാതൊന്നും ആകാൻ ആഗ്രഹമില്ല. പണിയെടുക്കുക, 2.5 അടിക്കുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അപ്പോ വേറെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലേ? മരിക്കുവാണെങ്കിൽ വഴി കിടന്നു വരും. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വീട്ടിലോട്ടുള്ള പോക്കില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. വൈകുന്നേരം എത്ര അടിച്ചേച്ച് പോകുന്നു അവിടെയായിരിക്കും എന്റെ കിടപ്പ്. ഒരു ദിവസം എത്ര പെഗ് കീറും? ഒരു 1.5 ലിറ്റർ മേളിൽ അടിക്കാനാണ് ചാൻസ്. എന്റെ പൊന്ന് സുഹൃത്തെ, വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയുമ്പോഴല്ലേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. യാതൊരാകുല.
അയ്യോ, അതെന്താ കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണ് 4 മാസം കഴിയുമ്പോൾ അടുത്ത ആളുടെ കൂടെ പോകും. അപ്പൊ പെണ്ണും വേണ്ട, പടക്കോഴിയും വേണ്ട, വീടും വേണ്ട. കുടിക്കാം കുടിക്കാം കുടിച്ചുകൊണ്ടിരിക്കാം, കടത്തിന്മേൽ കിടന്നങ്ങ് വാളും വച്ചിടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.